ഹായ് ഡിയേഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റ് 2024 അവരുടെ ക്യാറ്റ് എക്സാമിൻ്റെ റിസൾട്ട്, താൽക്കാലിക റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റ് admission.qsat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ അറിയാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ കാണിച്ചേക്കാം. ഇനിയിപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് നിർബന്ധമില്ല കാണിക്കണം എന്നുള്ളത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിയിലൂടെ അറിയാൻ പറ്റും. അതായത് admission.qsat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വരാം. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഓറഞ്ച് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹോം, റിസോഴ്സസ്, ക്യുക്ക് പ്രോഗ്രാംസ്, ഓക്കെ, റാങ്ക് ലിസ്റ്റ് ന്യൂ വന്ന് കിടക്കുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഐ തിങ്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെലക്ട് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണിക്കും. ഓക്കെ, ആ സെലക്ട് എന്നുള്ള ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, അത് കുറച്ച് തന്നെ ഓക്കെ ആക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും എറർ വന്നിട്ടായിരിക്കുള്ളൂ, അതോടനെ ശരിയായിക്കോളൂ. അപ്പോൾ നിങ്ങൾ ആ സെലക്ട് എന്നുള്ള ആ ഒരു ഇതിൽ കുറച്ച് ചോയ്സ് ഉണ്ടാവും. ബി.ടെക് ഉണ്ടാവും, ചിലപ്പോൾ ആദ്യം വന്ന് കിടക്കുന്നത് ബി.ടെക് 5 ഇയർ LLBയുടെ ആയിരിക്കും. അതിനുശേഷം അങ്ങനെ ഓരോരോ പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഏത് എക്സാമാണോ എഴുതിയേക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബി.ടെക്കിൻ്റെ ആണെങ്കിൽ ബി.ടെക് പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ആ ഒരു ചെറിയൊരു ഗ്രീൻ കളറിലൊരു ടാബ് കാണിച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് ടൈം എടുക്കും ലോഡ് ആവാൻ. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇല്ല എന്ന് വിചാരിക്കരുത്. താഴോട്ട് കുറച്ച് ലോഡായിട്ട് വരും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് വരെയും കാണിക്കുന്നവരെ നോക്കുക. അപ്പോൾ ഈ ഒരു റാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒരു പക്ഷേ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന ജനറൽ കാറ്റഗറി ആയിരിക്കും ആണ്. അപ്പോൾ ആ ഒരു റാങ്ക് ജനറൽ കാറ്റഗറിയിലുള്ള റാങ്കാണ്. MSMൻ്റെ ചിലപ്പോൾ 11th റാങ്കൊക്കെ ആകുമ്പോഴായിരിക്കും മുസ്ലിം കാറ്റഗറിയുടെ ഫസ്റ്റ് ഒരു റിസർവേഷൻ റാങ്ക് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് MSMൽ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ്, പക്ഷേ റാങ്ക് 11 അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കുമ്പോൾ ആ 11 എന്നുള്ള റാങ്കാണ് നോക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഇത് എടുത്ത് പറയാനുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് കാറ്റഗറിക്ക് ഒരു റാങ്ക് വരില്ല. നിങ്ങളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കാറ്റഗറി ഇത്രാമത്തെ റാങ്കാണ് നിങ്ങളുടേന്ന് കാണിച്ചേക്കാം. അല്ലാതെ ക്യുസാറ്റ് ഒരു കാറ്റഗറി ലിസ്റ്റ് ഒന്നും പബ്ലിഷ് ചെയ്യില്ല, ഒറ്റൊരു റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ റിസർവേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ പേരിൻ്റെ നേരെ ഇപ്പോൾ ETB ആണെങ്കിൽ ETB വന്നിട്ടുണ്ടോ, MSM ആണെങ്കിൽ MSM വന്നിട്ടുണ്ടോ, LCC ആണെങ്കിൽ LCC വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്യുസാറ്റിൻ്റെ മെയിൽ ID നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ക്യുസാറ്റ് അത് ഫൈനൽ റാങ്ക് ലിസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു ലിങ്ക് വരും കേട്ടോ. ഇപ്പോൾ ചെറിയൊരു എറർ വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടൈമിൽ ഒന്നും കൂടി വീഡിയോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ കമൻസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കാണുന്നതനുസരിച്ചിട്ട് റിപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.